2021 നവംബറിന് ശേഷം ജോലിയിൽ പ്രവേശിച്ച സംസ്ഥാനത്തെ 16,000 എയ്ഡഡ് അധ്യാപകർക്ക് നിയമനത്തിന് അംഗീകാരം നൽകാതെ സർക്കാർ. ഭിന്നശേഷി നിയമനം നടന്നില്ലെന്ന കാരണം പറഞ്ഞാണ് അംഗീകാരം നൽകാത്തത്. അംഗീകാരം കിട്ടാതായതോടെ ശമ്പളവുമില്ല. പലരും മറ്റു ജോലികൾ ചെയ്താണ് കുടുംബം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദിവസവേതനത്തിന് അർഹതയുണ്ടെങ്കിലും ആയിരക്കണക്കിന് അധ്യാപകർ ജോലി ചെയ്യുന്നത് അതുപോലുമില്ലാതെ. 4% ഭിന്നശേഷി സംവരണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കുന്ന സ്കൂളുകളിലെ അധ്യാപകർക്ക് മാത്രമാണ് സ്ഥിര നിയമന അംഗീകാരം നൽകുക എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ വിവിധ സ്കൂളുകളിലെ മാനേജ്മെന്റുകൾ ഭിന്നശേഷിക്കാർക്ക് 3000-ഓളം തസ്തികകൾ വിട്ടുകൊടുത്തെങ്കിലും സംസ്ഥാനത്ത് യോഗ്യരായത് 500-ൽ താഴെ മാത്രം ഭിന്നശേഷിക്കാരാണ് എന്നതാണ് യാഥാർത്ഥ്യം. പലർക്കും ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഈ ഡെയിലി വേജ് വരെ വൈകിപ്പിക്കുകയും അതുപോലെ തന്നെ അത് കിട്ടാത്തയും സ്ഥിതിയുണ്ട്. പല അധ്യാപകരും മറ്റ് ജോലികൾ ചെയ്തിട്ടാണ് ഉപജീവനം നടത്തുന്നത്. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഭിന്നശേഷിൻ്റെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏത് പോസ്റ്റാണോ വിട്ടുകൊടുക്കേണ്ടത് ആ പോസ്റ്റ് തന്നെ കൃത്യമായിട്ട് ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒരു അധ്യാപിക എന്ന ജോലിയോടുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഈ ജോലിയിലേക്ക് വന്നുപെട്ടത്. പിന്നെ ഈ 2 വർഷക്കാലം വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടി തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നിലവിലുള്ള ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളുടെ നിയമനം സ്ഥിരപ്പെടുത്തണമെന്നും ഭിന്നശേഷി റോസ്റ്റർ നൽകാത്ത സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. റിപ്പോർട്ടർ, കോഴിക്കോട്.